ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ മിസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ടെക്നിക്കുകൾ അതൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ മിസ് ചെയ്യുകയും കൂടാതെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നാനും ഒക്കെ ഈ ഒരു നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂവൽ ദ ഫൺ എന്നുള്ളതാണ്. അവരോട് സംസാരിക്കുന്ന സമയത്ത്, മിങ്കിൾ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ കുറച്ച് തമാശയൊക്കെ പറയുക എന്നുള്ളതാണ്. തമാശ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ ചിരിപ്പിക്കുന്ന കോമഡികൾ പറയുക എന്നല്ല. ഇപ്പോൾ ഏതൊരു വ്യക്തിയിലും 3 ടൈപ്പ് ഓഫ് ബിഹേവിയർ വരും. ഒന്ന് പാരൻറ്റിങ്, അതുപോലെ തന്നെ ഒന്ന് അഡൽട്ട് ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ ഒന്ന് ചൈൽഡിഷ് ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ്റെ മുമ്പിൽ കുറച്ച് കുട്ടിത്തം കാണിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ കുറച്ചു ചിരിപ്പിക്കാനുള്ള മൊമെൻറ്റ്സുകളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫണ്ണായിട്ടിരിക്കുക, എപ്പോഴും സീരിയസ് ആവാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾ അടുത്ത് വേണം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാനും അതൊക്കെ ഒരു കാരണമായി തീരും എന്നുള്ളതാണ്. സോ ബി ഫണ്ണായിട്ടിരിക്കുക അവരുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മെല്ലാണ്. സ്മെൽ ആർ റിയലി വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമൈൻഡ് യു എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ നല്ല സ്മെല്ലുള്ള പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ പെർഫ്യൂം തന്നെ സ്ഥിരമായിട്ട് കുറച്ച് കാലം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പെർഫ്യൂം എപ്പോഴും അവർ ഓർക്കും. ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കിട്ടാതെ ആവുമ്പോൾ നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കാനും ചിന്തിക്കാനും ഒക്കെ ആ പെർഫ്യൂം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നല്ലൊരു പെർഫ്യൂം ചൂസ് ചെയ്യുക, അത് ഉപയോഗിക്കുക എന്നുള്ളത് നല്ലൊരു ബെറ്റർ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും സെക്ഷൽ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ, ഇനി അതല്ല ഒരു ഫിസിക്കൽ ടച്ച് അല്ലെങ്കിൽ ഒരു കിസ് ചെയ്യുന്നത്, ഹഗ് ചെയ്യുന്നതൊക്കെ എപ്പോഴും ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അതൊന്ന് റിജക്റ്റ് ചെയ്യുക. ഇന്ന് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിൽ നിന്നൊന്ന് പുറകിലോട്ട് നിൽക്കുക, കുറച്ച് താല്പര്യക്കുറവ് കാണിക്കുക. എല്ലാ ദിവസവും അല്ല പറയുന്നത്, ഇടയ്ക്ക് ചില ദിവസം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ നല്ല മൂഡിലാണ്, നല്ല താല്പര്യത്തോട് കൂടി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇത് ചെറിയ രീതിയിൽ വേണ്ട എന്നുള്ളത് മാന്യമായിട്ട് നല്ല രീതിയിൽ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസും നിങ്ങളുടെ ഒരു സ്നേഹവും ഒക്കെ അവർ മനസ്സിലാക്കാൻ അതൊരു കാരണമായി തീരും എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 4ാമത്തെ പോയിന്റിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ലെറ്റ് ഹിം ഹാവ് എ ലോൺ ടൈം എന്നുള്ളതാണ്. അവരെ ഒറ്റയ്ക്ക് വിടുക, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും കൂടെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മിസ് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. മാത്രമല്ല, എപ്പോഴും ഒന്നിച്ചിരിക്കുന്ന ആളുകൾക്ക് കണക്ഷൻ കുറച്ച് കുറഞ്ഞു വരാനും ആ ഒരു ഇൻറ്റിമസി, കെമിസ്ട്രി ഒക്കെ കുറഞ്ഞു വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ജോലിയുടെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്താണെങ്കിലും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കുന്നതോ, അങ്ങനെ കുറച്ച് സ്പേസ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് നല്ലതായിരിക്കും. നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് കൂടത്തേ ഉള്ളൂ. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾ അതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ടെക്നിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ലെറ്റ് ഹിം ടെക്സ്റ്റ് ഫസ്റ്റ് എന്നുള്ളതാണ്. അവർ ഫസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ അനുവദിക്കുക.
ചില ആളുകളുണ്ട് എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഹായ് ഇച്ചായ എവിടെയാണ്, അല്ലെങ്കിൽ ഹായ് ചേട്ടാ എവിടെയാണ്, ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അവരിങ്ങോട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. വിളിക്കുകയാണെങ്കിലും അങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ടൊന്ന് കോൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പോലുമില്ല. അപ്പം നിങ്ങളുടെ മെസ്സേജോ നിങ്ങളുടെ കോളോ ചെല്ലാതിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും എന്താ ഇന്ന് വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്താ ഇന്ന് മെസ്സേജ് അയച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു അവസരം അവർക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ്. എപ്പോഴും അല്ല പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇത് പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെക്കുറിച്ച് ഓർക്കാനും നിങ്ങളെ മിസ് ചെയ്യാനും ഒക്കെയുള്ള അവസരം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സോ നിങ്ങളാണത് നൽകേണ്ടത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് ഫോളോ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ടും ആ ഒരു റിലേഷൻഷിപ്പ് കണക്ഷൻ ബിൽഡ് ആവുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ യൂസ് ഇറ്റ്. നെക്സ്റ്റ് വൺ പറയുന്നത്, വെൻ യു ഡു ടെക്സ്റ്റ് ബി ഫ്ലേർട്ടി. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾ കുറച്ച് കൊഞ്ചിക്കുഴഞ്ഞ് ഒരു ഫ്ലേർട്ടി മോഡിലോട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടോക്കിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എന്താ പറയുക, രണ്ടുപേരും പരസ്പരം ഒന്നാവേണ്ട ആളുകളാണ്, പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനി ഓൾറെഡി ഒന്നായിട്ടുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിലും അങ്ങനെ ഫ്ലേർട്ടിങ് രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ കൂടുതൽ ബിൽഡപ്പ് ആക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ് എന്നുകൂടി ഓർമ്മപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഹി വാണ്ട്സ് ടു നോ യു ഡിസയർ ഹിം. നിങ്ങൾ അവനെ ആഗ്രഹിക്കുന്നുണ്ട്, അടുത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ആ സംസാരത്തിൽ നിന്ന് അവർക്ക് തോന്നണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ലിവ് യുവർ ബെസ്റ്റ് ലൈഫ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ ഇഷ്ടത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട്, ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്തെങ്കിലും പ്രത്യേക സ്കില്ലുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും എന്താണെങ്കിലും അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. അതിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നമ്മളോട് ഒരു അട്രാക്ഷൻ തോന്നും. നമ്മൾ ഫുൾ ടൈം അതിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പോസിറ്റ് ഒരാളുണ്ടെങ്കിൽ, നമ്മൾ പ്രണയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സമയം, ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം. അതിൻ്റെ കൂടെ ഇതുകൂടി മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ നിങ്ങളിലോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കുറച്ച് ബിസി ആവുമ്പോൾ, ജോലിയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ, അപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നിങ്ങളെ മിസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടുകൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞങ്ങൾ നൽകുന്നതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, അതൊരുപാട് കാലം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.